എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ യൂസ്ഫുൾ ആണ്. ഇനിയിപ്പോൾ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെങ്കിലോ എന്ത് എളുപ്പമാണെന്ന് അറിയോ? മിക്സിയിലിട്ട് കറക്കി എടുക്കണ്ട. ഇനിയിപ്പോൾ ഒരു ജ്യൂസ് ഒക്കെ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് കറണ്ട് പോവാണെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെല്ലാം മിക്സിയുടെ ജാറിൽ വെച്ച് പിന്നീട് അതെടുത്ത് കളയുകയും വേണ്ട. എല്ലാം കൂടി ഒന്ന് കലക്കി എടുത്തു കഴിഞ്ഞാൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു മിൽക്ക് ജ്യൂസ് ഇവിടെ തയ്യാറാണ്. ഈ ഒരു ജ്യൂസ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കുന്നതിനായിട്ടൊരു പൾപ്പ് തയ്യാറാക്കി എടുക്കുന്ന വീഡിയോ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു പൾപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്നാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ കാണിച്ചു തരുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്തിട്ടുള്ള ക്യാരറ്റ് ഈത്തപ്പഴ പൾപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് കറണ്ടൊന്നും വേണ്ടാതെ മിക്സിയിലടിക്കാതെ ഈ ഒരു ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് വളരെ എളുപ്പത്തിൽ ജ്യൂസ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് കുറച്ച് ചവ്വരി ഒന്ന് വേവിച്ചെടുത്ത് ഒരു സ്റ്റാർച്ചൊക്കെ ഒന്ന് കഴുകി കളഞ്ഞു വെച്ചിരിക്കുവാണ്. അതിനുശേഷം ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് ആദ്യമേ ഈ ഒരു ചവ്വരി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് ജ്യൂസിനനുസരിച്ചിട്ടുള്ള തയ്യാറാക്കിയിട്ടുള്ള പൾപ്പ് ചേർക്കാം. ഞാനിവിടെ 2 തവിയാണ് എടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് 1.5 സ്പൂൺ അളവില് ചിയാ സീഡ് കുതിർത്തിയത് കൂടെ ചേർത്ത് കൊടുക്കാം. പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. കട്ടകളെല്ലാം ഒന്ന് ഉടച്ചുകൂടെ കൊടുക്കാം. നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്ത് വെക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ജ്യൂസ് തയ്യാറാക്കി എടുക്കാൻ സാധിക്കും. ഇതിലേക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ നേരത്തെ തന്നെ പഞ്ചസാര എല്ലാം ചേർത്തിട്ടുള്ളതാണ്. അങ്ങനെ നമ്മുടെ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 10-15 മിനിറ്റ് നേരം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കാൻ പോവാണ്. അതിനുശേഷം നമുക്ക് ഗ്ലാസ്സിലേക്ക് ഒന്ന് പകർത്താവുന്നതാണ്. ഇനിയിപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചെടുക്കുന്ന താമസം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിലേക്ക് കണ്ടൻസ് മിൽക്കൊക്കെ ചേർത്ത് മധുരമൊക്കെ കൂട്ടി ചെയ്യാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മധുരമൊന്നും തന്നെ ചേർക്കുന്നില്ല. 1 മണിക്കൂർ നേരം തണുപ്പിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മിൽക്ക് ജ്യൂസ് ഗ്ലാസ്സിലേക്ക് ഇനി ഒന്ന് ഒഴിച്ചെടുക്കാം. അപ്പോൾ കണ്ടല്ലോ കൂട്ടുകാരെ, എത്ര എളുപ്പത്തിലാണ് നമ്മൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മിൽക്ക് ജ്യൂസ് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ മധുരം ഒഴിവാക്കി ഇതുപോലെ ചെയ്തു വെക്കുവാണെങ്കിൽ ആരെയും ബുദ്ധിമുട്ടിക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ജ്യൂസ് തയ്യാറാക്കി എടുക്കാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു നോയമ്പ് കാലത്ത് പലതരം വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി സൽക്കരിക്കുന്ന സമയത്ത് ഇതുപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന ജ്യൂസ് തയ്യാറാക്കി എല്ലാവരും കഴിച്ചു നോക്കണേ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എല്ലാവരും വീടുകൾ തയ്യാറാക്കി വെക്കണം. അതുപോലെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പറാകാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാത്തിരിക്കുക.